ഈ അപ്പർ പാർട്ടിൻ്റെ മിഡിലിൽ ഒരു കട്ട് ചെയ്ത് മാർക്ക് ചെയ്യുന്നു. അതുപോലെ ഈ താഴോട്ടുള്ള തുണിയുടെ മിഡിലൊരു കട്ട് ചെയ്തിട്ട് സെൻറ്ററിൽ ഈ പീസ് പിടിപ്പിക്കുന്നു. രണ്ട് സൈഡിലും ഈ നീല വെച്ച് പിടിപ്പിക്കുന്നു. ഇതിൽ നീട്ടി പിടിപ്പിച്ച് ഇത് നീളത്തിലാക്കുന്നു. ഫ്രണ്ട് ടോപ്പിൻ്റെ സെൻറ്ററിലൊരു പോയിൻ്റ്, ലോവർ പാർട്ടിൻ്റെ സെൻറ്റർ പോയിൻ്റ് വെച്ച് കട്ട് ചെയ്ത് ഇതിവിടെ ജോയിൻ ചെയ്യുന്നു. ഇതുപോലെ ഇതേ സൈസിൽ രണ്ട് സൈഡിലും ബ്ലൂ തുണി എടുത്ത് വെക്കും. പ്ലീറ്റ് വെക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും വയ്ക്കുന്നു. ഈ ചുരിദാറിൻ്റെ ടോട്ടൽ ലെങ്ത് 53 ഉണ്ട്. സൈഡ് മടക്കി അരികെ മടക്കി അടിക്കുമ്പോൾ 52 ആകും. ഇത് ഫ്രണ്ട് പാർട്ട്, അത് ബാക്ക് പാർട്ട്. പിന്നെ സൈഡിൽ ബ്ലൂ തുണി വെച്ച് പിടിപ്പിക്കുന്നു. ഈ തുണി രണ്ടായിട്ട് മടക്കി ഒരു സൈഡ് 17 ഇഞ്ചുണ്ട്. രണ്ട് പീസായിട്ട് രണ്ട് സൈഡിലും ഓരോ പീസ് വെച്ച് വെക്കണം. ഇപ്പം 4ആയിട്ട് മടക്കി 4 പീസ് 5 കളറിൻ്റെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നു. 4 കഷ്ണം കിട്ടണം. രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇനി ഇത് ഓരോ പീസും ഒന്നുകൂടെ കട്ട് ചെയ്തിട്ട് രണ്ട് സൈഡിലും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. മിഡിലിൽ ഓറഞ്ചും സൈഡിൽ ബ്ലൂ കളറും തുണി വെട്ടിയെടുത്ത് വെച്ചു. ഇനി എക്സ്ട്രാ വരുന്ന പ്ലീറ്റ് അധികമില്ല, 2-3 പ്ലീറ്റാണ്. കൂടുതൽ വേണമെങ്കിൽ ഓറഞ്ച് തുണിയുണ്ട്, അത് പിടിപ്പിക്കാം. അപ്പോൾ കളർഫുള്ളായി കൂടുതൽ പ്ലേറ്റ് ഇടാൻ പറ്റും. ഓറഞ്ച് പീസ് ഒരു സൈഡിൽ കൂടെ വെക്കും. ഇപ്പോൾ രണ്ട് സൈഡിൽ ഒരു ഓറഞ്ച് പീസ് കൂടെ വെച്ച് പിടിപ്പിച്ചു. ഇപ്പോൾ പ്ലേറ്റ് എടുക്കാനുള്ള ഇഷ്ടംപോലെ തുണിയുണ്ട്. 6 പ്ലേറ്റ് ഇടും. ചെറിയ പ്ലേറ്റ് 6 വെച്ചെടുക്കും. ഇത് ബാക്ക് സൈഡിൻ്റെ ക്ലോത്ത്, ഇത് ടോപ്പ് പാർട്ട്, ഇത് ബോട്ടം പാർട്ട്. ഇത് ഫ്ലീറ്റ് പിടിപ്പിക്കാനുള്ള 2 പീസ്, ഇത് ഫ്ലീറ്റ് പിടിപ്പിക്കാൻ 2 പീസ്, ഇത് മിഡിൽ പീസ്. പ്ലീറ്റ് ഇല്ലാതെ ചെയ്യുന്നു. ടോപ്പിൻ്റെ മിഡിലിൽ ഇത് പിടിപ്പിക്കുന്നു. അതിനുശേഷം ഇതെല്ലാം ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് പ്ലീറ്റ് പിടിപ്പിക്കുന്നു. അതിൻ്റെ കൈക്കുള്ള തുണി കട്ട് ചെയ്തെടുത്തു. 14 ഇഞ്ച് ഇറക്കത്തിൽ, ഇത് 3 ഇഞ്ച് ഇറക്കത്തിൽ ഷേപ്പ് ചെയ്ത്, ഇത് ബാക്കും ഇത് ഫ്രണ്ട് അറേഞ്ച് വെച്ചെടുക്കുക. ഇത് കട്ട് ചെയ്ത് വെക്കുന്നു. ചുരിദാറിൻ്റെ നെക്കിന് പൈപ്പിംഗ് പിടിപ്പിച്ചു. ഇനി ലോവർ പാർട്ട് പിടിപ്പിക്കാം. ഒരു സൈഡിലത്തെ ബോട്ടം പാർട്ട് തുണി തയ്ച്ച് പിടിപ്പിച്ചു, ജോയിൻ ചെയ്തു. ഇനി ഇതിൽ പ്ലീറ്റ് ഇട്ട് തയ്ച്ചു പിടിപ്പിക്കാം. സെൻറ്ററിൽ നിന്ന് 4 ഇഞ്ച് അകലത്തിൽ പ്ലീറ്റില്ലാതെ നയിക്കുന്നു.
രണ്ട് സൈഡിലേക്കും മാർക്ക് ചെയ്തിട്ട് രണ്ട് സൈഡിലേക്കും 4 ഇഞ്ച് പ്ലീറ്റില്ലാതെ വയ്ക്കുന്നു. അതിനുശേഷം പ്ലീറ്റ് വെച്ച് തയ്ച്ച് ഇവിടെ എത്തിക്കുന്നു. കംപ്ലീറ്റ് ആക്കി രണ്ട് സൈഡിലേക്ക് ബാക്കും ഫ്രണ്ടും ഷോൾഡർ പിടിപ്പിച്ചു. ഇനി കൈ പിടിപ്പിക്കണം. സൈഡ് കൂട്ടിയിടിക്കണം, കൂട്ടി അടിച്ചു വെക്കണം. അടിയിൽ മടക്കി അടിക്കണം. സെൻറ്ററിലൊരു യെല്ലോ ലേസ് പിടിപ്പിച്ചു. പ്ലേറ്റിൻ്റെ ഭാഗത്ത് ഒരു വൈറ്റ് ലേസ് പിടിപ്പിക്കും. തയ്യൽ കംപ്ലീറ്റ് ആയി. കൈ പിടിപ്പിച്ചു, ബോട്ടം പിടിപ്പിച്ചു. സെൻറ്ററിലൊരു യെല്ലോ ലേസ് പിടിപ്പിച്ചു. പ്ലേറ്റിൻ്റെ ഭാഗത്ത് ഒരു വൈറ്റ് ലേസ് പിടിപ്പിക്കും. തയ്യൽ കംപ്ലീറ്റ് ആയി. കൈ പിടിപ്പിച്ചു, ബോട്ടം പിടിപ്പിച്ചു. സൈഡിൽ പ്ലേറ്റ് വെച്ച ചുരിദാർ ടോപ്പ് റെഡിയായി. വെള്ളം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഉള്ളിൽ പോലെ ഇവിടെ കഴിച്ചു വണ്ണം കൊടുത്താൽ ഇതടങ്ങുന്നു. ലേസിനകത്ത് ഇലാസ്റ്റിക് വെച്ച് അടിച്ചു വെച്ചു. സൈഡ് പ്ലേറ്റ്